JEE മെയിൻ 2026 ജനുവരി 23 ഷിഫ്റ്റ് 1-ലെ സെക്കൻഡ് കെമിസ്ട്രി ക്വസ്റ്റ്യൻ നമുക്ക് അനലൈസ് ചെയ്യാം. ഹിയർ വി ഗോ. വിച്ച് വൺ ഓഫ് ദ ഫോളോവിംഗ് ഗ്രാഫ് ആക്യുറേറ്റ്ലി റെപ്രസെന്റ് ദ പ്ലോട്ട് ഓഫ് പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈസൾഫൈഡ് വേഴ്സസ് ഇറ്റ് സ്മോൾ ഫ്രാക്ഷൻ ഇൻ എ മിക്സ്ചർ ഓഫ് അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ് അറ്റ് എ കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ എന്നാണ് ചോദ്യം. അപ്പോൾ നമ്മളോട് ചോദിക്കുന്ന ഇത്രയേ ഉള്ളൂ. പാർഷ്യൽ പ്രഷർ ഓഫ് കാർബൺ ഡൈസൾഫൈഡും മോൾ ഫ്രാക്ഷൻ തമ്മിലുള്ള മാച്ചിങ് ആണ് നമുക്ക് വേണ്ടത്. ശ്രദ്ധിക്കുക, അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ് എന്ന് പറയുന്ന ഈ മിക്സ്ചർ ഇത് റൗൾസ് ലോ ഒബേ ചെയ്യുന്ന ഒരു സൊല്യൂഷൻ അല്ല. അസറ്റോൺ ആൻഡ് കാർബൺ ഡൈസൾഫൈഡ് ഷോസ് പോസിറ്റീവ് ഡീവിയേഷൻ ഫ്രം റൗൾസ് ലോ. റൗൾസ് ലോയിൽ നിന്ന് പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന സൊല്യൂഷനാണ് കാർബൺ ഡൈസൾഫൈഡും അസറ്റോണും. അപ്പോൾ പോസിറ്റീവ് ഡീവിയേഷൻ കാണിക്കുന്ന ആളുടെ ഗ്രാഫ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യാം. ഓപ്ഷൻ 3 കൊടുത്തിരിക്കുന്നത് ഐഡിയലിൻ്റെ ആണ്. ഇത് ഐഡിയൽ സൊല്യൂഷൻ അല്ല, നോൺ ഐഡിയൽ സൊല്യൂഷൻ ആണ്. സോ ദിസ് ഈസ് ഔട്ട്. ഓപ്ഷൻ 2 കൊടുത്തിരിക്കുന്നത് നെഗറ്റീവ് ഡീവിയേഷൻ ആണ്. അതെന്തായാലും വരില്ല. ദിസ് ഇസ് നെഗറ്റീവ് ഡീവിയേഷൻ ഗ്രാഫ്, അതുമല്ല. 4th ഓപ്ഷനിൽ നിങ്ങൾ നോക്കുക, ഒരു കമ്പോണൻറ്റ് പോസിറ്റീവ് ഒരു കമ്പോണൻറ്റ് നെഗറ്റീവ് ഡീവിയേഷൻ. ശ്രദ്ധിക്കുക, ഒരിക്കലും റൗൾസ് ലോ പ്രകാരം ഒരു കമ്പോണൻറ്റ് പോസിറ്റീവ് ഡിവിഷൻ ഒരു കമ്പോണൻറ്റ് നെഗറ്റീവ് ഡിവിഷനും വരില്ല. സൊല്യൂഷനാണ് പോസിറ്റീവ് അല്ലെങ്കിൽ നെഗറ്റീവ് ഡിവിഷൻ കാണിക്കുക. അപ്പോൾ ബോത്ത് ദ കമ്പോണൻസ് വിൽ ടുഗദർ എക്സിബിറ്റ് പോസിറ്റീവ് ഓർ നെഗറ്റീവ് ഡിവിഷൻ. ഒരാൾ പോസിറ്റീവ് ഒരാൾ നെഗറ്റീവ്, അങ്ങനെ ഒരു കേസ് ഒരിക്കലും നമുക്ക് റൗൾസ് ലോയിൽ ഉണ്ടാവില്ല. സോ ദിസ് ഇസ് ഡെഫിനറ്റ്ലി റോങ്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ആൻസർ ഓപ്ഷൻസിൽ ശരിയായിട്ടുള്ള ആൻസർ ഓപ്ഷൻ 1 ആയിരിക്കും വരിക. നിങ്ങൾക്ക് ഇവിടെ നോക്കിയാൽ കാണാം, റൗൾസ് ലോ ഗ്രാഫുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ കാർബൺ ഡൈസൾഫൈഡിൻ്റെ ഗ്രാഫ് ഇതാ മുകളിലേക്ക് പോകുന്നു. നമുക്ക് റൗൾസ് ലോ പ്രകാരം കിട്ടേണ്ട പ്രഷറിനേക്കാൾ കൂടുതലാണ് ഒബ്സേർവ്ഡ് പ്രഷർ, അല്ലേ? റൗൾസ് ലോ പ്രകാരം കിട്ടേണ്ട പ്രഷർ ഇതാണ്. അതിനേക്കാൾ കൂടിയ പ്രഷർ കിട്ടുന്നു എന്ന് ഉദ്ദേശിക്കുന്നത് പോസിറ്റീവ് ഡീവിയേഷനാണ് ഇൻഡിക്കേറ്റ് ചെയ്യുന്നത്. റൈറ്റ് ആൻസർ ഓപ്ഷൻ ഈസ് 1.